നമുക്ക് അലീനയുടെയും മനുഷ്യങ്ങളുടെയും ഇന്നത്തെ നല്ലൊരു കഥ കേട്ടാലോ? വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ഹൈപ്പ് ചെയ്യാൻ മറക്കരുതേ. അങ്ങനെ നമ്മൾ കാണുന്ന മാമച്ചൻ കൂർക്കം വലിച്ചു കിടന്ന് ഉറങ്ങുവാണ്. ഈ സമയത്ത് ഗ്രേസമ്മ അങ്ങോട്ട് വന്നു. ഓഹോ, അങ്ങനെ കൂർക്കം വലിച്ചു കിടന്ന് ഉറങ്ങുമല്ലേ, കാണിച്ചു തരാം. പെട്ടെന്ന് ഗ്രേസമ്മ പോയി രേവതിക്കുട്ടിയെ വിളിച്ചോണ്ട് വന്നു. രേവതിക്കുട്ടിയോട് പറഞ്ഞു, നോക്കുന്നുണ്ട്, കണ്ടോ കിടക്കുന്ന കിടപ്പ് കണ്ടോ, ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ. ഓടി വന്ന് ഇവിടെ കിടന്ന് കൂർക്കം വലിച്ചു കിടന്ന് ഉറങ്ങുന്നു. രേവതിക്കുട്ടി പോയി മാമച്ചൻ അങ്കിളെന്നൊരു ഒറ്റ വിളിയായിരുന്നു. ചാടി എഴുന്നേറ്റിട്ട് പറഞ്ഞു, അയ്യോ എന്നെ വെടിവെക്കല്ലേ, ഞാൻ കീഴടങ്ങിക്കോളാമെന്നൊക്കെ. ആ സമയത്ത് ഗ്രേസമ്മേ രേവതിക്കുട്ടിയും കൂടെ ചിരിക്കുകയാണ്. പെട്ടെന്ന് മാമച്ചൻ കണ്ണു തുറന്ന് നോക്കി. നിങ്ങളെന്താ മനുഷ്യനെ പേടിപ്പിക്കുകയാണെന്ന് ചോദിച്ചു. ആര് പേടിപ്പിച്ചു? അല്ല, വേടി പൊട്ടുന്ന ശബ്ദത്തിൽ പിന്നെ വിളിച്ചാലോ? മാമച്ചനങ്കളെ എന്നല്ലേ വിളിച്ചേ. അങ്കളുടെ പേരെന്താ? അത്രയ്ക്ക് കൊള്ളില്ലാത്ത പേരാണോ? ഒരു കാര്യം ചെയ്യാം, നമുക്ക് ആ പേരങ്ങോട്ട് മാറ്റാന്ന് പറഞ്ഞു. വേണ്ട, നീ കൂടുതൽ പേര് മാറ്റാനൊന്നും വരണ്ടാന്ന് പറഞ്ഞു. ഈ സമയത്ത് ഗ്രേസം പറഞ്ഞു, എന്ത് പരിപാടിയാ മാമച്ചായ കാണിച്ചതെന്ന് ചോദിച്ചു. അപ്പോഴേക്കും രേവതിക്കുട്ടി പറഞ്ഞു, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ആഹാരം കഴിച്ചു കഴിഞ്ഞ് കുറച്ച് സമയം നടക്കണമെന്ന് പറഞ്ഞിട്ടില്ലേ? അപ്പോഴേക്കും ഓടി വന്നുകൊണ്ട് കിടക്കുവാണോ ചെയ്യുന്നേ? അല്ലല്ലോ, എത്ര വട്ടം പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ കിടക്കരുതെന്ന്. പിന്നീട് രേവതിക്കുട്ടി എന്ത് ചെയ്തു, അകത്ത് പോയിട്ട് ഒരു ജ്യൂസ് എടുത്തോണ്ട് കൊടുക്കണം, ഇതങ്ങോട്ട് കുടിക്കാൻ പറഞ്ഞു. ഇതെന്താ? അതെ, നെല്ലിക്ക ജ്യൂസ് മാറ്റിയിട്ട് ഇപ്പൊ പാവയ്ക്ക ജ്യൂസ് ആക്കിയിട്ടുണ്ട്, ഇതങ്ങോട്ട് കുടിക്കാൻ പറഞ്ഞു. അയ്യോ രേവതിക്കുട്ടി നിന്നും വിളിക്കണ്ടെന്ന് പറഞ്ഞു. അപ്പോഴേക്കും ഗ്രേസമ്മ ചിരിക്കുക. ആൻറ്റി ചിരിക്കുവതും വേണ്ട, ആൻറ്റിക്കും ഉണ്ടെന്ന് പറഞ്ഞു. എനിക്കുവോ? ആ പിന്നല്ലാതെ. അതെ, ഈ മൈനർ അറ്റാക്ക് ഒക്കെ വരുന്നതിന് തടയൂ ഇതൊക്കെ. അതുകൊണ്ട് തൽക്കാലത്തൊക്കെ ഞാൻ പറയുന്ന അനുസരിച്ചാൽ മതിയാവുള്ളൂ. പിന്നീട് മാമച്ചൻ്റെ ഇത് ഫോണും കൂടെ വാങ്ങി. നീ എന്താണ് ഈ ഫോൺ വാങ്ങുന്നേ? ഈ ഫോൺ കയ്യിലുണ്ടെങ്കിൽ ഒന്നും ശരിയാകത്തില്ല. ഒരു കാര്യം ചെയ്യ, ഇനി ആ മുറ്റത്തേക്ക് ഇറങ്ങിയിട്ടെ ഒരു 10 റൗണ്ട് ആ ഗ്രൗണ്ടിന് ചുറ്റും വെച്ചിട്ട് വരാൻ പറഞ്ഞു. ഞാനോ? പിന്നല്ലാതെ. ഈ ഫോൺ കയ്യിലുണ്ടെങ്കിൽ അത്തേലിങ്ങനെ തോണ്ടിക്കൊണ്ട് ഇവിടെ ഇരിക്കും, ഒന്നും നടക്കത്തില്ല എന്ന് പറഞ്ഞു. അപ്പോഴേക്കും മാമച്ചന് ഭയങ്കര സങ്കടമായി. ആ സമയം ഗ്രേസമ്മ പറഞ്ഞു, മാമച്ചായ ദേ ഇവിടെ ഇനി കിടന്ന് മെഴുകേണ്ട കാര്യമില്ല, രേവതിക്കുട്ടി പറഞ്ഞു കഴിഞ്ഞു, എഴുന്നേറ്റ് പോകാൻ പറഞ്ഞു. അപ്പോഴേക്കും രേവതിക്കുട്ടി ചോദിച്ചു, അല്ല ആൻറ്റിക്ക് പോകണമെന്ന് ചോദിച്ചു. അയ്യോ എനിക്ക് വേണ്ടായേ. പിന്നീട് മാമച്ചനെ അവിടുന്ന് കുത്തി എഴുന്നേപ്പിച്ച് രണ്ടുപേരും കൂടെ ഗ്രൗണ്ടിലേക്ക് പറഞ്ഞു വിടുവാണ്. ഇതേ സമയത്ത് കടപ്പാട്ട് വീട്ടിലേക്ക് കോളേജ് വിട്ട് വരുവാണ് ബബിത. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴത്തേനും അലീനയാണ് പോയി കതവ് തുറന്നു കൊടുക്കണേ. ബബിത അകത്തേക്ക് ഇറക്കി കഴിഞ്ഞപ്പോഴത്തേനും അലീന ചോദിച്ചു, അല്ല സ്കൂളിലേക്ക് പോകുമ്പോഴും തിരിച്ചു വരുമ്പോഴും പ്രശ്നങ്ങളൊന്നും ഇല്ലായിരുന്നല്ലോ അല്ലേന്ന് ചോദിച്ചു. സ്കൂളിലേക്കോ? അല്ല കോളേജിലേക്ക്. അതിന് അലീന ചേച്ചി കൊണ്ടേ വിടുവല്ലേ ചെയ്തേ എന്ന് ചോദിച്ചു. ഓ ശരിയാണല്ലോ, പിന്നെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ല, വേറെ കുഴപ്പങ്ങളൊന്നും ഇല്ലായിരുന്നു പറഞ്ഞു. അത് കേട്ടപ്പോൾ അലീനയ്ക്ക് ഒരു സമാധാനമായി. അതെ, നല്ല വിശപ്പുണ്ട്, എന്തേലും കഴിക്കാൻ എടുത്തോണ്ട് തരാമെന്ന് ചോദിച്ചു. അയ്യോ നീ വന്നിട്ട് ഡ്രസ്സ് പോലും മാറ്റിയിട്ടില്ലോ, അതൊക്കെ പിന്നെ മാറാം, ഇപ്പൊ തൽക്കാലത്തേക്ക് എന്തേലും പെട്ടെന്നൊന്ന് എടുത്തോണ്ട് ഞാൻ പറഞ്ഞു. അങ്ങനെ അലീനെ അങ്ങോട്ട് പോകാൻ തുടങ്ങിയപ്പോഴത്തേനും ബാലേന്ദ്രൻ ഇറങ്ങി വരുന്നേ. ബാലേന്ദ്രനോട് ചോദിച്ചു, അച്ഛൻ എന്താ വേണ്ടേ, കോഫിയാണോ ചായയാണോ വേണ്ടതെന്ന് ചോദിച്ചു. നിന്റെ ഇഷ്ടം എന്താണെന്ന് വെച്ചാൽ അതെടുക്കാനായിട്ട് പറഞ്ഞു. ഈ സമയം ഭവിത ഡൈനിങ് ടേബിളിൽ ഇരിക്കുമ്പോഴത്തേനും ബാലേന്ദ്രനും കൂടി ഇരുന്നു. പിന്നീട് ബാലേന്ദ്രൻ ചോദിച്ചു, എങ്ങനെയുണ്ടായിരുന്നു ഇന്ന് കോളേജിൽ പോയിട്ട്? പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല അച്ഛാ, അലീന ചേച്ചി എല്ലാം വന്ന് സെറ്റ് ചെയ്തിട്ട് പോകുന്നതുകൊണ്ട് വേറെ കുഴപ്പങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞു. അത് കേട്ട് കഴിഞ്ഞപ്പോൾ ബാലേന്ദ്രൻ പറഞ്ഞു, ഈ വീട്ടിലെ എല്ലാവരും മാറിക്കൊണ്ടിരിക്കുക, രോഹിത്തിനും മാറ്റമുണ്ട്, നിനക്കും നല്ല മാറ്റമുണ്ട്, പക്ഷേ പറഞ്ഞിട്ട് കാര്യമൊന്നും ഇല്ല എന്ന് പറഞ്ഞു. അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ഒരു നിമിഷം ആലോചിച്ചിട്ട് ഭവതി ചോദിച്ചു, എന്താ അച്ഛാ, അച്ഛൻ എന്താ ഉദ്ദേശിച്ചെന്ന് ചോദിച്ചു. അമ്മയുടെ കാര്യമാണോ? അമ്മ എന്താ അച്ഛാ നേരെ ആവാത്തെന്ന് ചോദിച്ചു. അതോ, അത് ഈ ജന്മത്തിൽ നേരെയാണെന്ന് തോന്നില്ല, ഇനി പറച്ച തമ്പരാന് നേരിട്ട് താഴേക്ക് ഇറങ്ങുമെന്ന് പറഞ്ഞാൽ പോലും ചിലപ്പോൾ അവൾ എതിർത്തെന്നിരിക്കും, നേരെയാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല എന്ന് പറഞ്ഞു. ആ സമയത്ത് ഭവതി ചോദിച്ചു, അതെന്താ അച്ഛാ അങ്ങനെയെന്ന് ചോദിച്ചു. എന്താന്നോ, ചിലർക്ക് ചില സ്വഭാവ ഗുണങ്ങളൊക്കെ ഉണ്ടല്ലോ. അല്ലച്ചാ ഞാൻ അമ്മയുടെ സ്വഭാവമാണോന്ന് ചോദിച്ചു. പിന്നല്ലാതെ അച്ഛനമ്മമാരുടെ സ്വഭാവമായിരിക്കില്ലേ മക്കൾക്ക് കിട്ടുന്നത്, അല്ലാതെ അയൽവക്കക്കാരുടെ സ്വഭാവം കിട്ടത്തില്ലല്ലോ. ഈ സ്വഭാവം എന്ന് പറഞ്ഞാൽ കുറച്ച് പോസിറ്റീവ് വശങ്ങളും നെഗറ്റീവ് വശങ്ങളൊക്കെ ഉണ്ട്, അറിയാലോ. അത് നമ്മൾ വേണ്ട പോലെ യുക്തിപരമായി ചിന്തിച്ച് നമ്മൾ കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യാനായിട്ട് ശ്രമിക്കണം. പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ എടുത്തിട്ട് നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ തള്ളിക്കളയണം, അതിനുള്ള ചിന്താശേഷി നമുക്ക് ഉണ്ടായിരിക്കണം എന്നൊക്കെ പറഞ്ഞ് ഒരു ഉപദേശമൊക്കെ കൊടുക്കുന്നുണ്ട്. അപ്പോഴേക്കും അലീന അങ്ങോട്ട് വന്നു. ദേ അച്ഛന് ചായ, ഇവൾക്ക് കോഫി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് 2 പേർക്കും അത് കൊടുക്കുവാണ്. പിന്നെ കുറച്ച് സ്നാക്സും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ സന്തോഷത്തോടു കൂടിയിട്ടാണ് ബബിത അതൊക്കെ ഇരുന്ന് കഴിക്കുന്നത്. കുറച്ച് കഴിഞ്ഞപ്പോൾ ബബിത
കൃഷ്ണമോളുടെ മുറിയിലേക്ക് വരുവാണ്. ആ സമയം കൃഷ്ണമോൾ നല്ല ഉറക്കത്തിലായിരുന്നു. ബബിത പോയി കൃഷ്ണമോളെ വിളിക്കുവാണ്. എന്താ ബബിതേച്ചി, ഞാൻ കുറച്ച് സമയം കൂടെ കിടന്ന് ഉറങ്ങട്ടെ, എൻ്റെ ഉറക്കം മതിയായില്ലെന്ന് പറഞ്ഞു. അവളുടെ ഒരു ഉറക്കം, ഇങ്ങോട്ടേക്കൊന്ന് എഴുന്നേക്കാൻ പറഞ്ഞു. പിന്നെ കൃഷ്ണമോൾ എഴുന്നേറ്റിരുന്നു. എന്താ ചേച്ചി? അല്ല, എനിക്ക് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാണ്ടെന്ന് പറഞ്ഞു. അല്ല ചേച്ചി, കോളേജിൽ പോയിട്ട് എന്തായി കാര്യങ്ങളൊക്കെ? വല്ലവരും കളിയാക്കോ മറ്റോ ചെയ്തോ? എന്തേലും പ്രശ്നം ഉണ്ടായെന്ന് ചോദിച്ചു. കളിയാക്കിക്കൊണ്ടൊക്കെ വന്നതാ, പക്ഷേ അലിയന് ചേച്ചി ഉള്ളതുകൊണ്ട് ഒന്നും നടന്നില്ല എന്ന് പറഞ്ഞു. അലിയന് ചേച്ചിയോ? എന്നു മുതൽ എങ്ങനെയൊക്കെ വിളിക്കാൻ തുടങ്ങിയത്? പതിവില്ലാത്ത കാര്യങ്ങളാണല്ലോ. അതെ, ചേച്ചി എന്നൊക്കെ വിളിച്ചില്ലെങ്കിൽ അച്ഛൻ കഴുത്തിന് മേളെ തല കാണിക്കത്തില്ല എന്ന് പറഞ്ഞു. ഓ, പിന്നെ എൻ്റെ അച്ഛനെ കുറ്റപ്പെടുത്തിയാ ഉണ്ടല്ലോ, ഞാൻ അച്ഛനോട് ഇത് പറഞ്ഞു കൊടുക്കും എന്നൊക്കെ പറഞ്ഞു. അത് കേട്ട് ഞാൻ ബബിത പറഞ്ഞു. അതെ, ഞാൻ പറയാമെന്ന് മൊത്തം പറയട്ടെ, നിനക്ക് കഥകൾ മൊത്തം കേൾക്കണ്ടേന്ന് ചോദിച്ചു. കേൾക്കണം. അതെ, ഞാൻ കോളേജിലേക്ക് പോയി എന്നൊക്കെ പറഞ്ഞോട് പറയാൻ തുടങ്ങുമ്പോഴത്തേനും ബബിത എന്ന ഒറ്റ വിളിയായിരുന്നു. വൈജി അങ്ങോട്ട് കയറി വന്നു. വൈജി വന്നു കഴിഞ്ഞപ്പോൾ കൃഷ്ണമോളും ബബിത അങ്ങോട്ട് എഴുന്നേറ്റിരുന്നു. കൃഷ്ണമോള് ചോദിച്ചു, അല്ല അമ്മ മുറിക്ക് പുറത്തിറങ്ങാനൊക്കെ തുടങ്ങിയോന്ന് ചോദിച്ചു. അതെന്താടി, എപ്പോഴും ഞാൻ മുറിക്കകത്ത് അടച്ചു തന്നെ ഇരിക്കണമെന്ന് ചോദിച്ചു. ഒന്നും മിണ്ടിയില്ല കൃഷ്ണമോള്. ആ സമയത്ത് വൈജി ചോദിച്ചു, എടി ബബിതേ, നീ എന്നു മുതലാടി കോളേജിലൊക്കെ പോകാൻ തുടങ്ങിയെന്ന് ചോദിച്ചു. ഇന്നു മുതൽ. എന്നിട്ട് എന്താടി എന്നോട് ഒരു വാക്ക് പോലും ചോദിക്കാത്തെ? ആരോട് ചോദിച്ചിട്ടാടി നീ പോയെന്നൊക്കെ ചോദിച്ചു. അത് അലേനി ചേച്ചി അച്ഛനും എന്നോട് പറഞ്ഞോണ്ടാ. എടി, ആ നാശം പിടിച്ചവളുടെ ഉപദേശം തേടിക്കൊണ്ടാണ്ടി നീ പോന്നേ. നിനക്ക് നാണെന്ന് പറയുന്ന കാര്യമുണ്ടോ? അവള് എൻ്റെ മക്കളുടെ ജീവിതത്തിൽ എന്നിടപെടാൻ തുടങ്ങിയോ അന്ന് കഷ്ടകാലം തുടങ്ങിയതാ. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, അവളുടെ ഒരു സഹായവും മേലെ സ്വീകരിച്ചേക്കരുത്. അങ്ങനെ സ്വീകരിച്ചിട്ടുണ്ടല്ലോ എൻ്റെ സ്വഭാവം മാറുമെന്ന് പറഞ്ഞു. അപ്പോഴേക്കും ബബിത പറഞ്ഞു, എന്നിട്ട് അമ്മ എന്താ ചെയ്യുന്നത്? അമ്മ അലിയന് ചേച്ചി ഉണ്ടാക്കുന്ന ആഹാരമൊക്കെ അല്ലേ കഴിക്കണമെന്ന് ചോദിച്ചു. പെട്ടുപോയി വൈജയന്തി. അപ്പോഴേക്കും കൃഷ്ണമോള് പറഞ്ഞു, അത് ശരിയാ. എന്നിട്ട് അമ്മ എന്തിനാമ്മ ഇങ്ങനെ പറയണമെന്ന് ചോദിച്ചു. എടി, അതെൻ്റെ നിവൃത്തികേടുകൊണ്ട്. പക്ഷെ ഉണ്ടല്ലോ, അതേ കാലം അവളെ ഞാൻ ഇവിടെ വാഴിക്കില്ല എന്നൊക്കെ പറഞ്ഞ് വെല്ലുവിളിക്കുകയാണ്. ബബിത പറഞ്ഞു, എന്തിനാമ്മ അമ്മ ഈ വാശിയും വരേകം വെച്ചോണ്ടിരിക്കുന്നേ? എടി, നിനക്കൊക്കെ ഇപ്പം അവള് നല്ലവളായിരിക്കും, പക്ഷേ എൻ്റെ അവസ്ഥയിലെത്തി നിൽക്കുമ്പോഴേ നിങ്ങൾക്കൊക്കെ അത് മനസ്സിലാവുള്ളൂ. ഒന്നും മനസ്സിലാവത്തില്ലെന്ന് പറഞ്ഞു. കൃഷ്ണമോള് പറഞ്ഞു, കുറേ കാര്യങ്ങളൊക്കെ ഞങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട്. അതുകൊണ്ട് അമ്മയുടെ വാശിയും വരേകൊക്കെ ഉപേക്ഷിക്കുന്നത് നല്ലതെന്ന് പറഞ്ഞു. എടി, അത് ഈ ജന്മത്തിൽ പോകത്തില്ല അവളോടുള്ള വാശിയും ദേഷ്യമൊക്കെ. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും കൃഷ്ണമോള് പറഞ്ഞു, അല്ലേലും അങ്ങനെ പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. എന്താണ് നീ പിറുപിറുക്കുന്നത്? നിന്നോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് പിറുപിറുക്കലെന്ന്. എന്തേലും ഉണ്ട് മുഖത്ത് നോക്കി പറയണമെന്ന്. പറഞ്ഞോളാന്ന് പറഞ്ഞു. എന്ത്? അല്ല, പറയേണ്ട സമയത്ത് പറഞ്ഞോളാന്ന് പറഞ്ഞു. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം എന്നൊക്കെ പറഞ്ഞ് ദേഷ്യപ്പെടുകയാണ് ഭയങ്കരമായിട്ട്. ആ സമയം ബബിത ചോദിച്ചു, എന്താ ഞാൻ ചെയ്യണ്ടേ? കോളേജിൽ പോണോ വേണ്ടയോ? അമ്മയുടെ ഇഷ്ടം എന്താ വെച്ചാൽ പറ. എന്ത് വേണമെങ്കിലും കാണിക്കുക, അതിന് എന്നോട് എന്തിനാ ഇനി ചോദിക്കണേ എന്നൊക്കെ ചോദിച്ചിട്ട് പുറത്തേക്ക് ഇറങ്ങിയിട്ട് വൈജയന്തി പിറുപിറുക്കുവാണ്. ഈ നാശം പിടിച്ചവൾമാരൊക്കെ എങ്ങനെ എൻ്റെ വയറ്റിൽ വന്ന് പിറന്നതെന്തോ. ഈ സമയത്ത് കൃഷ്ണമോള് ബബിതയോട് പറഞ്ഞു, അതെ അമ്മയല്ലേ ഇപ്പം പറഞ്ഞ് പിറുപിറുക്കലെന്ന്, എന്നിട്ട് കണ്ടോ അമ്മ പിറുപിറുത്തോണ്ട് പോകുന്ന കണ്ടോന്ന് പറഞ്ഞു. ബബിതേനും മറുപടിയൊന്നും പറഞ്ഞില്ല. ബബിതയ്ക്ക് ആകെപ്പാടെ സങ്കടവും ദേഷ്യമായി. ബബിത മുറിയിൽ നിന്ന് അങ്ങോട്ട് ഇറങ്ങിപ്പോയി. ഇതേ സമയം മാമച്ചന് ഗ്രൗണ്ടിലേക്കൊന്ന് ഇറങ്ങി നോക്കി. രക്ഷയില്ല, നടക്കാനൊന്നും പറ്റില്ല. തിരിച്ചു കയറിയിട്ട് വീടിൻ്റെ സിറ്റ് ഔട്ടിൽ കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുവാണ്. ആ സമയത്ത് ഗ്രേസമ്മ അങ്ങോട്ട് വന്നു. ഇതെവിടെ പോയി? അപ്പോഴാണ് മാമച്ചൻ അവിടെ നടക്കുന്നത് കണ്ടത്. നിങ്ങളോട് ഗ്രൗണ്ടിൽ നടക്കാൻ പറഞ്ഞിട്ട് ദൈവമേ, ഇതെങ്ങാനും ആ രേവതിക്കുട്ടിക്ക് ഒന്ന് കണ്ടാൽ തീർന്നെന്ന് പറഞ്ഞു. അപ്പോഴേക്കും രേവതിക്കുട്ടി അവിടെ നിന്ന് ഇറങ്ങി വന്നിട്ട് എന്താ ആൻറ്റി, ഞാൻ കണ്ടാൽ എന്താ കുഴപ്പമുള്ളതെന്ന് ചോദിച്ചു. അപ്പോഴേക്കും മാമച്ചൻ പെട്ടെന്ന് എക്സസൈസ് ചെയ്തുപോലെ കാണിക്കുകയാണ്. അല്ല അത് പിന്നെ ഉണ്ടല്ലോ. അപ്പോഴേക്കും മാമച്ചൻ പറഞ്ഞു, എന്ത് ചെയ്യാൻ എൻ്റെ രേവതിക്കുട്ടി, ഞാൻ ഗ്രൗണ്ടിൽ നടക്കാൻ പോയ സമയത്തെ ഇവള് പറഞ്ഞു ഭയങ്കര വേലില്ല അച്ചായ, അതുകൊണ്ട് ഗ്രൗണ്ടിൽ നടക്കണ്ട, ഇവിടെ നടന്നാൽ മതിയെന്ന്. ഭാര്യ പറഞ്ഞു കഴിയുമ്പോൾ പിന്നെ അനുസരിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ. ഓഹോ, അപ്പം അങ്ങനെയാണല്ലേ കാര്യങ്ങൾ. അതെ അങ്ങനെ കാര്യങ്ങൾ. ഒരു കാര്യം ചെയ്യാം, ഗ്രൗണ്ടിലല്ലേ വെയിലാന്ന് പറഞ്ഞേ, ആ പുറവശത്തേക്കല്ല അവിടുത്തെ ആ തോട്ടത്തിലെ ജോസൂട്ടിയുണ്ട്. ജോസൂട്ടി അവിടെ വാഴയ്ക്ക് തടവെടുത്തോണ്ടിരിക്കുക. അവിടെ ചെന്ന് ഒരു 10 റൗണ്ട് അങ്ങ് നടക്കാൻ പറഞ്ഞു. രേവതിക്കുട്ടി കൂടെ ഒന്നും മിണ്ടണ്ട, അങ്ങ് ചെന്ന് നടന്നാൽ മതി എന്ന് പറഞ്ഞു. ആ സമയത്താണ് രേവതിക്കുട്ടിയുടെ ഫോൺ ഇരിക്കുന്നുണ്ട്. അപ്പോഴേക്കും മാമച്ചൻ ചോദിച്ചു, ഇതെന്താടി എൻ്റെ ഫോൺ നിൻ്റെ കയ്യിൽ, എപ്പോഴും നീ ഇത് പിടിച്ചോണാണ് നടക്കണമെന്ന് ചോദിച്ചു. അതെ, ഈ ഫോൺ കുറേ സമയമായി കിടന്ന് ബെല്ലടിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോഴേക്കും വീണ്ടും ബെല്ലടിച്ചു. കോള ഒരു പരിചയമില്ലാത്ത നമ്പരാന്ന് പറഞ്ഞു. അങ്ങനെ മാമച്ചൻ കോളെടുത്തു കഴിഞ്ഞിട്ട് അങ്ങേ തലയ്ക്കെന്ന് പറഞ്ഞു. ആരാന്ന് മനസ്സിലായോ? ഞാൻ ടോണിയാന്ന് പറഞ്ഞു. ടോണി പെട്ടെന്ന് മനസ്സിലായി. ഷെറിൻ്റെ ഹസ്ബൻഡാണ് ടോണി. ആ ടോണി ഇപ്പം മനസ്സിലായെന്ന് പറഞ്ഞു. പിന്നീട് ലൗഡ് സ്പീക്കർ ഇട്ടു. അല്ല എന്താ ടോണി? അല്ല നിങ്ങൾ അന്ന് പോയതിന് ശേഷം വീണ്ടും ഇങ്ങോട്ടേക്ക് വന്നില്ല.
ഒരന്വേഷണമൊന്നും കണ്ടില്ല, അതുകൊണ്ട് വിളിച്ചാന്ന് പറഞ്ഞു. അപ്പോഴേക്കും മാമച്ചൻ പറഞ്ഞു അത് പിന്നെ കുറച്ച് ഹെൽത്ത് ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അതുകൊണ്ട് വരാൻ പറ്റിയില്ല എന്ന് പറഞ്ഞു. ആണോ? അല്ല, വീണ്ടും അതിനെക്കുറിച്ച് അന്വേഷിച്ചോ? അത് ഫോളോ അപ്പ് ചെയ്യാൻ പറ്റിയില്ല എന്ന് പറഞ്ഞു. ഓ അങ്ങനെയാണല്ലേ, എനിക്ക് നിങ്ങളെ ഒന്ന് കണ്ടാൽ കൊള്ളാമെന്നുണ്ട്. അപ്പോഴേക്കും മാമച്ചൻ പറഞ്ഞു അതിനെന്താ, പക്ഷേ ഇപ്പം ഹെൽത്ത് ഇഷ്യൂസ് ഉള്ളതുകൊണ്ട് ഡോക്ടർ പറഞ്ഞിരിക്കുന്നത് അധികം ദൂരം ലോങ് ഡ്രൈവ് ഒന്നും ചെയ്യരുതെന്നാ. അന്ന് ഒരു കാര്യം ചെയ്യാം, ആ വീടിൻ്റെ ലൊക്കേഷൻ ഇട്ട് തന്നാൽ മതി, ഞാൻ അവിടേക്ക് വരാമെന്ന് പറഞ്ഞു. ആണോ? ആ വാട്സപ്പിൽ നിന്ന് ഒരു ഹായ് ഇട്ടാൽ മതി എന്ന് പറഞ്ഞു. അപ്പോഴേക്കും മാമച്ചന് സംശയം, ഇതിനകത്ത് വാട്സപ്പ് ഉണ്ടോയെന്ന്. രേവതിക്കുട്ടി ചോദിച്ചു ഇതിനകത്ത് വാട്സപ്പ് ഉണ്ടോ? ഉണ്ടെന്ന് പറഞ്ഞു. എന്നാൽ ശരി, ഒരു ഹായ് ഇടണമെന്ന് പറഞ്ഞു. ഇട്ടേക്കാൻ ലൊക്കേഷൻ അയച്ചു തന്നേക്കാന്ന് പറഞ്ഞു. വന്നാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ കോൾ കട്ട് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേനും രേവതിക്കുട്ടിയുടെ ഫോൺ കൊടുത്തു. രേവതിക്കുട്ടി പിന്നീട് ടോണിക്ക് ലൊക്കേഷനൊക്കെ കാര്യങ്ങളൊക്കെ ഇട്ട് കൊടുക്കണം. ഈ സമയം രേവതിക്കുട്ടി ചോദിച്ചു അവരെന്തിനാ വരുന്നതെന്ന് മറ്റോ അറിയാവുന്ന ചോദിച്ചു. എന്തിനാ നിനക്കറിയാവുന്ന ചോദിച്ചു. അതിപ്പോൾ വരുന്ന കഴിയുമ്പോൾ ചോദിച്ചാൽ പോരെ എന്ന് ചോദിച്ചു. രേവതിക്കുട്ടി അങ്ങോട്ട് കയറിപ്പോയി. ഈ സമയം മണിശങ്കർ അലീനയെ കണ്ടിട്ട് വീട്ടിലേക്ക് വരുവാണ്. വന്ന് കയറിയപ്പോൾ തന്നെ കമല ചോദിച്ചു എന്താ കാര്യങ്ങൾ അവിടെ പോയിട്ട്? എന്താവാനായിട്ട്? അവിടെ പോയി അങ്കിളിനെ കണ്ടു, പിന്നെ ഭവിത കോളേജിൽ പോകാൻ തുടങ്ങി, ശരണ്യയുടെ വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നു പറഞ്ഞു. എന്നിട്ടോ എന്തായി? അതെ, അച്ഛൻ എന്തിയേ? അച്ഛൻ കിടന്നുറങ്ങുവാന്ന് പറഞ്ഞു. കിടന്നുറങ്ങട്ടെ, അച്ഛൻ വരും പറയാമെന്ന് പറഞ്ഞു. ഈ സമയത്ത് കമല പെട്ടെന്ന് അകത്തേക്ക് കയറി പോയി. പിന്നീട് ശിവശങ്കരനെ വിളിച്ചുകൊണ്ട് പുറത്തേക്ക് വരുവാണ്. കൊണ്ടുവന്ന് അവിടെ ഇരുത്തി ഉറങ്ങിക്കിടക്കുന്ന മനുഷ്യനെ പോയി വിളിച്ചെഴുന്നേപ്പിച്ച് കൊണ്ട് നിർത്തിയതാ. പിന്നീട് മനുവിനോട് ശിവശങ്കരൻ എന്താ പോയിട്ട് കാര്യങ്ങളൊക്കെ എന്താവാനായിട്ട്? ശരണ്യനെ കണ്ട് സംസാരിച്ചു. അത് മനസ്സിലായി, എന്താ സംസാരിച്ചാന്ന് ചോദിച്ചേ. ഇതേ നിങ്ങൾ ഉദ്ദേശിച്ച പോലെ ഒന്നും അല്ല കാര്യങ്ങളെന്ന് പറഞ്ഞു. അപ്പോഴേക്കും കമൽ ചോദിച്ചു എന്ത്? അലീന അവിടെ പോയിട്ടുണ്ടെങ്കിലേ അതിനൊരു കാരണമുണ്ട്, അല്ലാതെ നിങ്ങൾ ഉദ്ദേശിച്ച കാര്യത്തിന് വേണ്ടിയിട്ടല്ല അലീനയും ഞാനും കൂടെ അവിടെ പോയെന്ന് പറഞ്ഞു. പിന്നെയോ അതൊരു ഓട്ടോക്കാരൻ ഷാജി ഉണ്ടായിരുന്നു, അയാൾ വന്ന് പറഞ്ഞുകൊണ്ട് മാത്രം അവിടേക്ക് പോയെന്ന് പറഞ്ഞു. അത് കേട്ടിഞ്ഞപ്പോൾ കമലയൊക്കെ ഒരു അന്താളിപ്പോട് കൂടിയിട്ട് മനുവിനെ നോക്കുകയാണ്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് കാണുന്നത്. ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രൊമോയും വരാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.